ഓച്ചിറ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം. ഇതിന്റെ ഭാഗമായി വല്യത്ത് ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം ചേർന്നു. ദേശീയപാത 66-ൽ വല്യത്ത് ജംഗ്ഷനിൽ അടിപ്പാത ന്യായമായ ആവശ്യമാണെന്ന് CR മഹേഷ് MLA ചൂണ്ടിക്കാട്ടി. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം, ടൗൺ മസ്ജിദ്, റെയിൽവേ സ്റ്റേഷൻ, ഹയർ സെക്കൻഡറി സ്കൂൾ, വലിയത്ത് സ്കൂൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനായി ഓച്ചിറ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അടിപ്പാത വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഓച്ചിറ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിലവിലുള്ള റോഡ് കെട്ടി അടയ്ക്കപ്പെടുന്നതോടെ ജനങ്ങൾ യാത്രാ ദുരിതത്തിലാകും. ഈ സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അടിപ്പാത നിർമ്മിച്ച യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് വല്യത്ത് ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ദീർഘദൂര യാത്രക്കാരെ ഒരു വഴി കൂടെ വിടുക, നമ്മൾ നാട്ടിൻപുറത്തുള്ള നാട്ടുകാരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നവരെ മറ്റ് സർവീസ് റോഡുകൾ വഴി വിടുക, അങ്ങനെ വാഹനങ്ങളെയും യാത്രക്കാരെയും തരംതിരിച്ചു വിടുകയാണ്. അപ്പം യാത്രക്കാരുടെ ആവശ്യം നടക്കുമ്പോൾ നമുക്കും കാസർഗോഡ് പോകണമെങ്കിൽ സമയം ലാഭിക്കാം. നമ്മൾ പലപ്പോഴും കൊല്ലത്ത് വരെ പോകുന്നതിന് 1.5 മണിക്കൂർ എടുക്കണം, 2 മണിക്കൂർ എടുക്കണമെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് പോയിട്ട് വരാം, 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് പോയിട്ട് വരാം. അപ്പം നമ്മളുടെ ആവശ്യവും നടക്കും, എല്ലാവരുടെയും ആവശ്യം നടക്കും. മെഹർ ഖാൻ ചേന്നല്ലൂർ അധ്യക്ഷത വഹിച്ചു. ഇതിങ്ങനെ ഈ റോഡ് ഇങ്ങനെ കെട്ടിയടക്കപ്പെട്ടത് മൂലം, ഇത് പാലമായി കടന്നു പോയതെങ്കിൽ പ്രശ്നമില്ല. കെട്ടിയടക്കപ്പെട്ടത് മൂലം ഓച്ചിറയിൽ വന്നു ചേരുന്ന ഉത്സവങ്ങൾക്ക് വന്നു ചേരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനോ ബൈക്ക് 2 വീലർ പാർക്ക് ചെയ്യാനോ യാതൊരു സൗകര്യങ്ങളും ഇല്ലാതായി. ഇതൊക്കെ വളരെയേറെ മുന്നേ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ധാരാളം വിഷയങ്ങൾ ഇവിടെ നമ്മുടെ മുന്നിൽ അഭിമുഖീകരിക്കുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, സുൽഫിയ ഷെറിൻ, ലത്തീഫ ബീവി, ഗീത രാജു, BS വിനോദ, ആഷിർ, പ്രവീൺ, അൻസർ മലബാർ, അയ്യാണിക്കൽ മജീദ, MS ഷൗക്കത്ത, ബിനു, രാധാകൃഷ്ണൻ കോയിക്കലേത്ത, തഴവ സത്യൻ, ഓച്ചിറ താഹ, ഷെരീഫ് ഗീതാഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.